back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു DIY പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് നമ്മുടെ ഹെയറിന് ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ DIY ആയിട്ട് നമ്മൾ പാർലറിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. കെരാറ്റിൻ ട്രീറ്റ്മെന്റും പ്രോട്ടീൻ ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും നമ്മൾ പാർലറിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമുക്ക് സൂപ്പർ ആയിട്ട് വീട്ടിൽ തന്നെ ഒരു സൂപ്പർ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ DIY ഹെയർ മാസ്കുകളും അല്ലാതെ എന്ത് DIYs നമ്മൾ ചെയ്താലും നമ്മൾ പാർലറിൽ ചെയ്യുന്ന പോലെ അത്രയും ഒരു ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാകത്തില്ല. അതൊരു ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പാർലറിൽ പോയി കെരാറ്റിൻ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ പ്രോട്ടീൻ ട്രീറ്റ്മെന്റോ അങ്ങനത്തെ ഹെയറിന് വേണ്ടിയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ അത് അറ്റ്ലീസ്റ്റ് അത് ഒരു 1 മന്തെങ്കിലും നിൽക്കും. 1 month to 3 months വരെയാണ് അവർ ഡ്യൂറേഷൻ പറയുന്നത്. പക്ഷെ നമ്മൾ DIY ചെയ്യുമ്പം അതൊരു അടുത്ത് നമ്മുടെ ഒരു കുളിയിലൂടെ അതങ്ങ് മാറിപ്പോകും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെന്റിന് 2 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. ഒന്ന് മുട്ട, പിന്നെ പാൽപ്പൊടി. അത് തേങ്ങാപ്പാലിന്റെ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് ക്രീമായിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീം മോഡലിൽ വരണം. അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി തേങ്ങാപ്പാൽ പൊടിയായിട്ട് എടുത്തേക്കുന്നത്. അല്ല നിങ്ങൾക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ എടുത്തതിന് ശേഷം മുട്ട അതിനകത്ത് ബീറ്റ് ചെയ്ത് ചേർത്താൽ മതി. അതും നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രീം കൺസിസ്റ്റൻസി ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പാൽപ്പൊടി എടുക്കുന്നതായിരിക്കും, തേങ്ങാപ്പാൽപ്പൊടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മുട്ട യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹെയർ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി. അല്ല നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നതെങ്കിൽ യോക്ക് മാത്രം എടുത്താൽ മതി. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ 2 എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു അത്ര ഡ്രൈയും അല്ല, എന്നാൽ അത്ര ഒരു ഓയിലിയും അല്ലാത്തൊരു നടുക്ക് നിൽക്കുന്ന പോലത്തെ ഒരു നോർമൽ ഹെയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ എഗ് ഫുൾ ആയിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതാണ് ഓയിൽ ആയിട്ടുള്ളവർക്ക് യോക്കും കൂടെ വരുമ്പോഴത്തേക്കും പിന്നെയും സ്കാൽപ്പിൽ ഒരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ ഈ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു മുട്ടയുടെ ഒരു മണം ഉണ്ടാവും നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിന് ശേഷം ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ച് ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും മുട്ടയുടെ ഒരു മണം നമ്മുടെ ഹെയറിൽ നിൽക്കും. അപ്പൊ അധികം സംസാരിച്ച് ഇനി ബോറാക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോട്ടീൻ DIY ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ്. കോക്കനട്ട് പൗഡർ, മിൽക്ക് പൗഡറും എഗ്ഗും. ഇതൊരു 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നമ്മുടെ ഹെയറിന് എന്തുമാത്രം ആവശ്യമാണോ അതനുസരിച്ചുള്ള പൗഡർ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ ഏത് ഹെയർ പാക്ക് ഇട്ടാലും അതിന് മുന്നേ ചെറുതായിട്ട് നമ്മുടെ മുടിയൊക്കെ ചീകിയതിന് ശേഷം എണ്ണ അപ്ലൈ ചെയ്യും. എനിക്ക് തലയിൽ എണ്ണ തേച്ചതിന് ശേഷം ഇങ്ങനത്തെ പാക്കുകൾ ഇടുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഈ എണ്ണ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മുടി വളരാനായിട്ട് സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയുർവേദിക് ഓയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ എണ്ണ തന്നെയാണ് ഈ പാക്കിലേക്കും ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടി. ഇത് ഞാൻ എങ്ങനെ ബാറ്റർ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിൽക്ക് പൗഡറും എഗ്ഗും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് നല്ല ക്രീം പരുവത്തിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം എത്ര നേരം നമ്മുടെ തലയിൽ വെക്കണമെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നല്ലതായിട്ട് നമ്മുടെ തലയിൽ ശരിക്കും നല്ല കട്ടിയാകുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഹെയറിനും ഓരോ സമയമായിരിക്കും. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് സമയം പറഞ്ഞാൽ ചിലപ്പം അതായിരിക്കത്തില്ല എല്ലാവരുടെയും ഹെയറിൽ. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ ഹെയറിൽ ആ പാക്ക് നല്ല സ്റ്റിക്കായിട്ട് നല്ല വടി പോലെ വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഒരു മൈൽഡായിട്ട് ഷാമ്പു വെച്ച് വാഷ് ചെയ്യാം. ഇപ്പോൾ ഷാമ്പു വാഷ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നമ്മൾ ആ കഴുകി അന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് നല്ല വോളിയമായിട്ട് തോന്നുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സിൽക്കായിട്ടും നമുക്ക് നല്ല നല്ല ഷൈനിങ് ആയിട്ടൊക്കെ നമ്മുടെ ഹെയർ കിടക്കുന്ന കാണാൻ പറ്റും. നമ്മുടെ DIY പാക്ക് ചെയ്യുമ്പം ശരിക്കും നമുക്ക് മുടിക്ക് ഉള്ളു കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മുടിക്കും വലിയ ഉള്ളൊന്നുമില്ല.
പക്ഷെ ഒട്ടും കണ്ടു കഴിഞ്ഞാൽ ഉള്ളു തോന്നിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകണം, അപ്പം മുടി കുറച്ചൊന്ന് പുഫായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കുകൾ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നല്ല സൂപ്പറായിട്ട് ഹെയർ ഭയങ്കര വോളിയമൈസ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഒരിക്കലും നമ്മളിങ്ങനെ പറയുമല്ലോ പശു നക്കിയ പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. നമ്മളിങ്ങനെ DIY പാക്കുകളൊക്കെ ചെയ്തതിന് ശേഷം അതും ഫംഗ്ഷന് പോകുന്നതിന് തലേ ദിവസം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുടി കുറച്ച് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്